അന്ന് സഹാബത്ത് സുബഹി നിസ്കരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് ഇമാമ് നിൽക്കുന്നത്. ആ ഇടത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോക്കുവാൻ വേണ്ടി വാതിൽപ്പടിയുടെ കർട്ടൻ മാറ്റുകയാണ്. ആ കർട്ടൻ മാറ്റിയ ശബ്ദം കേട്ടുകൊണ്ട് അനസ് റളിയല്ലാഹു അൻഹു നബി തങ്ങളിലേക്ക് നോക്കി. നബി തങ്ങളുടെ മുഖം പ്രശോഭിതമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നിസ്കാര സ്ഥലത്തേക്ക് കടന്നു വരുമോ എന്ന ഒരു ഉദ്ദേശത്തിൽ, വിചാരത്തിൽ സഹാബത്ത് ഇളകാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കാര സ്ഥലത്തേക്ക് കടന്നു വരികയാണെങ്കിൽ അല്പം സ്ഥലം മാറിക്കൊടുക്കേണ്ടതുണ്ട്. കാരണം നിസ്കാരത്തിൽ ആണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചാൽ ഉത്തരം നൽകണമെന്നാണ് വിശുദ്ധ ഖുർആൻ്റെ പ്രഖ്യാപനം, ആത്മീയതയുടെ നിയമം. അപ്പോൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചാൽ ലബ്ബൈക യാ റസൂലല്ലാ എന്ന് ഉത്തരം നൽകൽ നിർബന്ധമാണ്. എന്നാൽ മറ്റാരെങ്കിലും വിളിച്ചാൽ ഉത്തരം കൊടുത്താൽ നിസ്കാരം ബാത്തിലാകുന്നതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കടന്നുവരവിന് ഒരുപാട് ആദാബുകൾ പാലിക്കാനുണ്ട്. അതുകൊണ്ടാണ് സഹാബത്ത് ഒന്നിളകിയത്. എന്നാൽ കർട്ടൻ മാറ്റിയിട്ട് ഒന്ന് നോക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരികെ പോയി. ഈ ഹദീസിനെ അവലംബമാക്കിക്കൊണ്ട് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നു, വീടുകളിലൊക്കെ ജനലിനും വാതിലിനും കർട്ടനിടൽ സുന്നത്തായ അമലാണ്. അത് ആഡംബരമായി കണക്കാക്കേണ്ടതല്ല, മറിച്ച് പ്രതിഫലാർഹമായ സുന്നത്തായ കർമ്മമാണ് കർട്ടനിടൽ. അങ്ങനെ കർട്ടൻ മറച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ റൂമിലേക്ക് ചെല്ലുകയാണ്. ഹുജറത്തിലേക്ക് ചെന്നു. അന്ന് തിങ്കളാഴ്ചയായിരുന്നു. അന്നേ ദിവസം ളുഹാ സമയത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തോട് വിട പറയുകയാണ്. ഈ സംഭവം അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നതാണ്. ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാവുന്നതാണ്.